തുരുത്തിക്കാട് BAM കോളേജിലെ 1988-90 ബാച്ചിലെ സഹപാഠി റംബാനായപ്പോൾ അനുമോദനം ഒരുക്കി. ഫാദർ ഡോക്ടർ ഗീവർഗീസ് റംബാനാണ് സഹപാഠികൾ ചേർന്ന് അനുമോദനം ഒരുക്കിയത്. തുരുത്തിക്കാട് BAM കോളേജിലെ 1988-90 ബാച്ചിലെ സഹപാഠികൾ ചേർന്നാണ് റംബാൻ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട ഫാദർ ഡോക്ടർ ഗീവർഗീസ് റംബാനെ ആദരിച്ചത്. ചടങ്ങിൽ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ മാത്യൂസ് M. ജോർജ് അധ്യക്ഷത വഹിച്ചു. കോളേജ് മുൻ പ്രിൻസിപ്പലും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ഡോക്ടർ ബിജു T. ജോർജ്, മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KG സാബു, കേരള കോൺഗ്രസ് സീനിയർ ജനറൽ സെക്രട്ടറി കുഞ്ഞുകോശി പോൾ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. നമ്മുടെ തുരുത്തിക്കാട് BAM കോളേജിനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ധാരാളം അച്ഛന്മാർ, പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സഭയിലെ അച്ഛന്മാർ അവിടെ പഠിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഇപ്പം ബാബു സാർ ഇവിടെ പറഞ്ഞു, മാത്യൂസ് M. ജോർജ് സാറും ബാബു സാറും ഒക്കെ എല്ലാവർക്കും പ്രിയപ്പെട്ടവരാണ്. അത് മാത്യൂസ് M. ജോർജ് സാറ് സ്ട്രിക്ട്നെസ് ഉണ്ടെങ്കിലും കുറച്ചുകൂടെയൊക്കെ ആൾക്കാരുമായിട്ട് കുട്ടികളോട് അത് ബന്ധം നിലനിർത്താൻ പിന്നീട് ഇടപെട്ടു പോകുന്നു എങ്കിൽ പോലും ബാബു സാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബാബു സാറിനെ ആൾക്കാർ ഇപ്പോഴും സാറിൻ്റെ അധ്യാപനത്തെക്കുറിച്ചും സാറിൻ്റെ കുട്ടികളോടുള്ള ആ സ്നേഹത്തെക്കുറിച്ചും പറയാറുണ്ട്. ഇതിൽ ഓരോ അധ്യാപകരും വ്യത്യസ്തരാണ്. അച്ഛൻ്റെ കുടുംബാംഗങ്ങളുമായി വളരെ വ്യക്തിബന്ധം അടുപ്പമുള്ള ആളുകളാണ് ഞാനും കുഞ്ഞുകോശിയും ബാബു സാറും ഒക്കെ. പക്ഷേ വളരെ വ്യത്യസ്തനായിട്ടുള്ള ഒരാളായിരുന്നു റംബാച്ചൻ അന്നും. അങ്ങനെ വ്യത്യസ്തനായിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു മുമ്പേ പറഞ്ഞ മർത്തോമാ സഭയിലെ സെറാഫീൻ തിരുമേനി. സെറാഫീൻ തിരുമേനി ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ അവിടെ പഠിച്ച ആളാണ്. ഞങ്ങളൊക്കെ അന്ന് കീഴ്വായ്പൂർ, അച്ഛൻ തിരുമേനി മുരളീയിലാണ് വീട്. മുരളിയിൽ നിന്ന് കീഴ്വായ്പൂർ വഴി ചേക്കേക്കടവ് കടന്നാണ് ഞങ്ങളൊക്കെ കോളേജിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ചേക്കേക്കടവിൽ ചെല്ലുമ്പോൾ ഇന്നത്തെ പോലെ അന്ന് ധാരാളം വിദ്യാർത്ഥികളുണ്ടല്ലോ കോളേജ്, പ്രീ ഡിഗ്രി ഒക്കെ ഉള്ളതുകൊണ്ട് വളരെയധികം വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അച്ഛൻ വള്ളത്തേൽ കയറി ഇരുന്നാലും ആരെങ്കിലും ഒരാൾ കടന്നു വന്നാൽ അച്ഛൻ തിരിച്ചിറങ്ങി പോകുമായിരുന്നു. ഇറങ്ങിയിട്ട് കേൾപ്പോൾ പോകും, ഞാൻ അടുത്തേക്ക് വന്നോളാം. ഞങ്ങൾ നമ്മളൊരു വലിയ സുഹൃത്ത് ബന്ധത്തിലാണ്. ഞാനിവിടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന പ്രസിഡൻ്റായിരുന്നു. 2 വലിയ നല്ല സമ്മേളനം. എനിക്കൊന്നും അത്രയൊരു കൂട്ടായ്മ പിന്നീട് നടന്നിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. ഇതുപോലെ ഒരു രാത്രി സന്ധ്യയ്ക്ക് മുഴുവൻ കോളേജ് മുഴുവൻ ഇലിമിനേറ്റ് ചെയ്ത് എല്ലാവരെയും വിളിച്ച് കുടുംബസമേതം ആളുകൾ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച വലിയ ഒരു പരിപാടി ഒരു ദിവസം നടന്നു. 2ാമത്തെ തവണ എനിക്ക് തോന്നുന്നു സിറിയക് തോമസ് സാർ വന്ന് വളരെ സമ്മേളനം നടന്നു. അങ്ങനെ 2 വലിയ സമ്മേളനങ്ങൾ നടത്താൻ കഴിഞ്ഞത്. മുൻ പ്രിൻസിപ്പൽ പ്രൊഫസർ എബ്രഹാം ജോർജ്, അധ്യാപകരായ പ്രൊഫസർ ജേക്കബ് M. എബ്രഹാം, പ്രൊഫസർ ജോസഫ് കുരുവിള, ഫാദർ സക്കറിയ N. ഫിലിപ്പ്, റവറൻ ഷിബു മാത്യു എന്നിവർ പ്രസംഗിച്ചു. അനുമോദനത്തിന് ഫാദർ ഡോക്ടർ ഗീവർഗീസ് റംബാൻ നന്ദിയും പറഞ്ഞു. എൻ്റെ ഈ റംബാൻ സ്ഥാന ആരോഹണത്തിൽ മാത്യു സാറ് വരുന്നു എന്ന് കേട്ടപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമായി. ഞാനവിടെ അരമനയിൽ തിരുമേനിയോട് തൊട്ട് പലരോടും പറഞ്ഞു. തിരുമേനി അന്നേരം പറഞ്ഞു, സാറിനോട് തലേദിവസം അരമനയെ താമസിക്കാൻ പറയാം എന്നൊക്കെ പറഞ്ഞ് എന്നോട് അന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാനവിടെ മറ്റ് ക്രമീകരണങ്ങൾ ചെയ്തു. സാറ് അവിടെ വന്ന് എല്ലാ അധ്യാപകരെയും റെപ്രസെൻ്റ് ചെയ്ത് സാറിൻ്റെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സ് നിറഞ്ഞ ഒരു സന്തോഷമായിരുന്നു, ഒരു അനുഗ്രഹമായിരുന്നു. പ്രത്യേകിച്ച് ഗുരുക്കന്മാരുടെ പ്രാർത്ഥനയും അവരുടെ അനുഗ്രഹവുമാണ് വിദ്യാർത്ഥികളുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഒരു മുതൽക്കൂട്ട്. ചടങ്ങിൽ കല്ലുപ്പാറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട അജിത വിൽക്കിയെ അനുമോദിച്ചു. ചടങ്ങിന് പ്രകാശ് കുമാർ, ബിജു P. വർഗീസ്, സോജു K. പോൾ, ആനി ഷാജി എന്നിവർ നേതൃത്വം നൽകി.